റമളാൻ മാസത്തിൻ്റെ പ്രഥമ രാത്രി മുതൽ നമ്മൾ നിർവഹിക്കേണ്ട പുണ്യമായ ഒരു അമലാണ് തറാവീഹ് നമസ്കാരം. തറാവീഹ് നമസ്കാരം വർഷത്തിൽ എല്ലാ ദിവസവും നിസ്കരിക്കുന്ന നിസ്കാരമല്ല, റമളാനിൽ മാത്രം നിസ്കരിക്കുന്ന സുന്നത്തായിട്ടുള്ള നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ സംശയങ്ങൾ ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് നീയത്തിൻ്റെ പല സംശയങ്ങളുണ്ടാകും. അതുപോലെ വജ്ജഹത്ത് ഓതണോ വേണ്ടയോ അതിൻ്റെ സംശയമുണ്ട്. പിന്നെ സൂറത്തുകളുമായി ബന്ധപ്പെട്ട സംശയം, പിന്നെ അതുപോലെ തന്നെ അത്തഹിയ്യാത്തിൽ ഏതൊക്കെ ഓതണം ഏതൊക്കെ ഓതണ്ട, സ്വലാത്ത് ഓതണോ ദുആ പറയണോ, അങ്ങനെ സംശയമുണ്ടാകും. അതുപോലെ തന്നെ ഇത് സ്ത്രീകൾക്ക് നിസ്കരിക്കേണ്ട നിസ്കാരമാണോ, പുരുഷന്മാർ മാത്രം നിസ്കരിച്ചാൽ മതിയോ എന്ന് പലരും പറയുന്നുണ്ട്. ഉസ്താദ് ശരിയാണോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പല സംശയങ്ങൾക്കുള്ള മറുപടി കൃത്യമായി വ്യക്തമായി പറയുന്ന ഇന്നത്തെ വീഡിയോ ഇൻഷാ അള്ളാഹ് നിങ്ങൾ കാണുക. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പുണ്യമായ ഈ റമളാനിൽ നമുക്ക് നല്ല റാഹത്തോടുകൂടി നമുക്ക് തറാവീഹ് നമസ്കരിക്കാൻ പറ്റണം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ. അതോടൊപ്പം തറാവീഹ് നമസ്കാരത്തിന് ശേഷമുള്ള പുണ്യമായ ഒരു ദുആയുണ്ട്. പലരും ആ ദുആ വിട്ടുപോവാറുണ്ട്. അത് വിട്ടുപോകരുത്. ആ ദുആയും അതോടൊപ്പം തന്നെ ആ ദുആക്ക് മുമ്പ് നമ്മൾ നീയത്ത് വെക്കാറുണ്ട്. ആ നീയത്തും എങ്ങനെയാണെന്നൊക്കെ വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അവസാനം വരെ കാണണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന ഈ പുണ്യമായ കർമ്മം സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നാളെ നമുക്ക് ആഖിറത്തിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന, നമ്മുടെ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴുന്ന ഒരു നല്ല പ്രവർത്തനമായി അമലായി അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമളാൻ നമുക്ക് അല്ലാഹു തആല അനുകൂലമാക്കി തരുമാറാവട്ടെ. റമളാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അവസാനം കെലിമ ചൊല്ലി മരിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പവിത്രമായ പരിശുദ്ധമായ റമളാൻ, ആ റമളാനിലേക്ക് നമ്മൾ കടക്കുന്ന ആദ്യത്തെ രാത്രി, അതായത് ശഅബാൻ അവസാനിച്ച് റമളാനിൻ്റെ പിറ കണ്ട ആ ഒരു രാത്രി മുതൽ നമ്മളെല്ലാവരും അനുഷ്ഠിച്ചു വരുന്ന, നമ്മളെല്ലാവരും കൃത്യമായി ചെയ്തു വരുന്ന പുണ്യമായ ഒരു അമലാണ്, മറ്റു മാസങ്ങളിൽ നിന്നും വ്യതിരക്തമായി നമ്മൾ ചെയ്യുന്ന അമലാണ് തറാവീഹ് നമസ്കാരം. അല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തറാവീഹ് നമസ്കാരം കൃത്യമായി നിസ്കരിക്കാനും അതിനെന്തെല്ലാം പ്രതിഫലങ്ങൾ, ഓരോ ദിവസത്തെ തറാവീഹ് നമസ്കാരത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ട്, ഓരോരോ മഹത്വങ്ങളുണ്ട്. അതൊക്കെ മഹത്വങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം പോലെ നമുക്കതൊക്കെ വിശദീകരിക്കാം. അപ്പോൾ അതിനൊക്കെയുള്ള പ്രതിഫലങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവനും റബ്ബ് നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമളാൻ മാസത്തിൽ മാത്രം ജമാഅത്തോടുകൂടി നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ഈ നിസ്കാരം ജമാഅത്ത് ഇല്ലാതെയും നിസ്കരിക്കാം, ജമാഅത്തോടെയും നിസ്കരിക്കാം, പള്ളിയിൽ നിസ്കരിക്കാം, അതുപോലെ വീട്ടിലും നിസ്കരിക്കാം. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ ഈമാനോടുകൂടി നല്ല ഹൃദയ സാന്നിധ്യത്തോടെ നല്ല വിശ്വാസത്തോടുകൂടി ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ, റമളാനിൽ അവൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല അവൻ്റെ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദീകരണങ്ങൾ മഹത്തുക്കൾ പറയുന്നുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പുണ്യമായ വാചകം എടുത്തിട്ട് മഹത്തുക്കൾ പറയുന്നു, മൻ ഖാമ റമളാന, ഒരാൾ റമളാനിൽ നിസ്കരിച്ചാൽ, ഈ ഒരു നിസ്കാരം അത് തറാവീഹ് നമസ്കാരത്തെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ ഒരുപാട് മഹത്തുക്കളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തറാവീഹ് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ നീയത്തുകളിലേക്കും അതിൻ്റെ പൂർണ്ണമായ രൂപത്തിലേക്കും നമ്മൾ കടക്കുകയാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് ഈ തറാവീഹ് നമസ്കാരം പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ട നിസ്കാരമാണ്, ഞങ്ങൾ സ്ത്രീകൾ ഇത് നിസ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല, നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ചില ആളുകളുണ്ടാകും. അങ്ങനെയല്ല, സ്ത്രീകളും പുരുഷന്മാരും രോഗികളായ ആളുകൾ പറ്റുമെങ്കിൽ അവരും ചെറിയ കുട്ടികളെ ഉൾപ്പെടെ എല്ലാവരും നിസ്കരിക്കൽ പുണ്യമുള്ള ഒരു നിസ്കാരമാണ് ഈ തറാവീഹ് നമസ്കാരം. തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്.
ചില ആളുകൾ 8 റക്അത്ത് നിസ്കരിക്കും, ചില ആളുകൾ 12 റക്അത്ത് നിസ്കരിക്കും, ചില ആളുകൾ 20, ചിലർ 24, ചില ആളുകൾ 32. പലരും പല രൂപത്തിലാണ് നിസ്കരിക്കാറുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ അടിസ്ഥാനത്തിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിസ്കരിക്കുന്നത് 20 റക്അത്താണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു, ഇതുപോലുള്ള മഹത്തുക്കളായ സ്വഹാബിമാരൊക്കെ 20 റക്അത്ത് നമസ്കാരമാണ് അവരൊക്കെ നിസ്കരിച്ചു പോകുന്നത്. നമ്മൾ ആ പാതയിൽ 20 റക്അത്ത് ഇൻഷാ അല്ലാഹ് തറാവീഹ് നമസ്കരിക്കുകയാണ്. ഇനി ഇതൊക്കെയാണ് തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷനായി മുഖദ്ദിമയായി പറയാനുള്ളത്. ഈ തറാവീഹ് നമസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. തറാവീഹ് നമസ്കാരം പകലിലല്ല നിസ്കരിക്കേണ്ടത്, രാത്രിയിലാണ്. എപ്പോ, എവിടെ? ഇശാ നമസ്കാരത്തിന് ശേഷം സുബഹി നമസ്കാരത്തിന് മുമ്പ് വരെയുള്ള ടൈമിലാണ് ഈ തറാവീഹ് നമസ്കാരം നിസ്കരിക്കേണ്ടത്. തറാവീഹ് നമസ്കാരം സുന്നത്താണ്, ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ്. എന്നാൽ ചില ആളുകൾ ഇശാ നിസ്കരിക്കും, എന്നിട്ട് പിന്നെ തറാവീഹ് നിസ്കരിക്കും. അങ്ങനെയല്ല. ഇശാ നിസ്കരിച്ചിട്ട് ഇശാ നിസ്കാരത്തിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അതാണ് തറാവീഹ് നമസ്കാരത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. ചില ആൾക്കാർ അത് ഉപേക്ഷിക്കും. ഇശായൊക്കെ നിസ്കരിച്ചൊന്ന് പുറത്തൊക്കെ വന്നിച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് മൂത്രമൊക്കെ വെച്ച് അങ്ങോട്ട് കാലൊക്കെ നനച്ചിട്ട് വരുമ്പോൾ അവിടെ തറാവീഹ് നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും, പുറകെ പോയി തുടരുന്നു. അങ്ങനെയല്ല. ഇശാ നിസ്കാരം കഴിഞ്ഞ് അതിനുശേഷം ഉമ്മമാർ വീട്ടിലാണെങ്കിൽ അവരും ശ്രദ്ധിക്കണേ, ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും കൂടി കഴിഞ്ഞിട്ടാണ് തറാവീഹ് നമസ്കാരം തുടങ്ങേണ്ടത്. ഇനി തറാവീഹ് നമസ്കാരത്തിന് ബാങ്കും ഇക്കാമത്തും ഉണ്ടോ? ഇല്ല. തറാവീഹ് നമസ്കാരത്തിന് ബാങ്കും ഇക്കാമത്തും ഇല്ല. വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാർ, അത് ഏത് ഫർള് നിസ്കാരമാവട്ടെ, അവർ നിസ്കരിക്കുമ്പോൾ അവിടെ ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫർള് നിസ്കാരത്തിന് മുമ്പ് ഇക്കാമത്ത് കൊടുത്താൽ മതി. ഈ ഒറ്റക്ക് നിസ്കരിക്കുന്ന പുരുഷന്മാർ, അവർക്ക് ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്ത് ഉണ്ട്. ഇനി സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, അവർ ഒറ്റക്ക് നിസ്കരിക്കുന്നവരാവട്ടെ ജമാഅത്തായി നിസ്കരിക്കുന്നവരാവട്ടെ, സുന്നത്ത് നിസ്കാരമാണെങ്കിൽ അതിനു മുമ്പ് ബാങ്കും ഇക്കാമത്തും ഇല്ല. ഉദാഹരണം പറഞ്ഞാൽ മയ്യിത്ത് നിസ്കാരം അത് ജമാഅത്തായിട്ട് നിസ്കരിക്കട്ടെ ഒറ്റക്ക് നിസ്കരിക്കട്ടെ, അവിടെ നമ്മൾ ബാങ്കും ഇക്കാമത്തും കൊടുക്കാറില്ല. എന്നതുപോലെ തന്നെ നമ്മൾ തറാവീഹ് നമസ്കാരം ജമാഅത്തായിട്ടാവട്ടെ ഒറ്റക്കാവട്ടെ, വീട്ടിൽ ഉമ്മമാർ ഒറ്റക്കാവട്ടെ അല്ലെങ്കിൽ പള്ളി ജമാഅത്തായി നിസ്കരിക്കട്ടെ, അവിടെ ബാങ്കും ഇക്കാമത്തും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അത് മനസ്സിലായില്ലേ? ഇനി ഈ 20 റക്അത്താണ് തറാവീഹ് നമസ്കാരം. ഈ 20 റക്അത്തിനും ഒന്നിച്ചല്ല നിയ്യത്ത് വെക്കേണ്ടത്, ഒറ്റക്കാണ് നിയ്യത്ത് വെക്കേണ്ടത്. എങ്ങനെ? തറാവീഹ് നമസ്കാരം മൊത്തത്തിൽ നമ്മൾ നിയ്യത്ത് വെക്കുന്നതിന് പകരം അങ്ങനെയല്ല നിയ്യത്ത് വെക്കേണ്ടത്. ഓരോ ഈ 2 റക്അത്തിന്റെ ഇടയിലുമാണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നിയ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മറ്റു സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്നും തറാവീഹ് നമസ്കാരത്തെ വ്യത്യാസമാക്കുന്നത് ഈ തറാവീഹ് നമസ്കാരത്തിൻ്റെ നിയ്യത്താണ്. എങ്ങനെയാണ് നിയ്യത്ത് വെക്കുന്നത്? സാധാരണ നമ്മളൊക്കെ മലയാളത്തിലല്ലേ വെക്കുന്നത്, മലയാളത്തിൽ പറഞ്ഞു തരാം. തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, ഇങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. മഅമൂമീങ്ങളാണെങ്കിൽ ഇമാമോടുകൂടി എന്ന് വെക്കുക, ഇമാമാണെങ്കിൽ ഇമാമായിട്ട് എന്ന് നിയ്യത്ത് വെക്കുക. അപ്പോൾ തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് ഇമാമോടുകൂടി അല്ലെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു, ഇതാണ് നിയ്യത്ത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ നമ്മൾ കൈകെട്ടുന്നു, പിന്നെ ഫാത്തിഹ ഓതുന്നു, അങ്ങോട്ട് നമ്മൾ നിസ്കാരത്തിലേക്ക് തുടർന്നു പോകുന്നു. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ തറാവീഹ് നമസ്കാരത്തിന് ബാങ്കും ഇക്കാമത്തും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അവിടെ പള്ളിയിൽ വന്നിട്ടുള്ള ആളുകളെ ഒന്ന് ഒരുമിച്ച് ചേർക്കാനും അവരെ ഒന്ന് ഈ തറാവീഹ് നിസ്കാരം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള ഒരു അറിയിപ്പ് നടത്താനും ആ നിസ്കരിക്കുന്നവർക്കൊരു ഊർജ്ജമുണ്ടാവാനും മഹത്തുക്കളായ മുൻഗാമികൾ ചെയ്ത ഒരു പുണ്യമായ ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ ഒരു പറയുന്ന കാര്യം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പലരും ഇത് ചെയ്യാറില്ല, കാരണം ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കലാണ്. അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ജമാഅത്തായിട്ടാണല്ലോ നിസ്കരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരാൾ, അത് മുഅദ്ദിൻ ഉസ്താദ് തന്നെ ആവണമെന്നില്ല, ആരാവട്ടെ, ഒരാൾ അല്പം ശബ്ദമുള്ള ഒരാൾ പറയണം, അസ്സലാത്ത ജാമിഅ റഹിമകുമുല്ലാഹ്. എന്താണ് സ്ക്രീനിൽ കാണാം.
ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ, ഇപ്പം തന്നെ ഒന്ന് എഴുതി വെച്ചോ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. തറാവീഹ് നമസ്കാരം നമുക്കിനി റമദാൻ 30 വരെ നിസ്കരിക്കേണ്ടതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ഈ റമദാൻ മുതൽ നമ്മളത് ചെയ്യാൻ തുടങ്ങണം. എങ്ങനെ? തറാവീഹ് നിസ്കാരത്തിന് മുമ്പ്, തറാവീഹ് നിസ്കരിക്കാൻ എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരാൾ പറയണം എന്ത്? അസ്വലാത്ത ജാമിഅ റഹിമകുമുല്ലാഹ് അങ്ങനെ പറയുക. അത് കഴിഞ്ഞിട്ട് സല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വ ആലിഹി. എന്താ അതിൻ്റെ അർത്ഥം? അസ്വലാത്ത ജാമിഅ റഹിമകുമുല്ലാഹ്. അസ്വലാ നിസ്കാരം, ജാമിഅ ഒരുമിച്ച് കൂടിയുള്ള നമ്മുടെ നിസ്കാരം, റഹിമകുമുല്ലാഹ് അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. സല്ലു നിങ്ങൾ ചൊല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വ ആലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും നമുക്ക് സ്വലാത്ത് ചൊല്ലാം, അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ സ്വലാത്ത് ചൊല്ലു എന്നുള്ള ഒരു ധ്വനിയാണ് അവിടെ പറയുന്നത്. അസ്വലാത്ത ജാമിഅ റഹിമകുമുല്ലാഹ് സല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വ ആലി. ഇത് ഒരാൾ അല്പം ശബ്ദം ഉയർത്തിയിട്ട് പറയണം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും, അവിടെയുള്ള എല്ലാവരും കൂടി എന്ത് ചെയ്യണം? ഒരു 3 പ്രാവശ്യം ഒരു സ്വലാത്ത് പറയണം. ഏത് സ്വലാത്ത്? اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم അവിടെ ആ സ്വലാത്ത് 3 പ്രാവശ്യം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പിന്നെ ഒരു പ്രാവശ്യം കൂടി അത് പറയുക. എന്നിട്ട് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബി യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഇത് പറയുക എല്ലാവരും കൂടി. എന്നിട്ട് ഇമാം എഴുന്നേറ്റ് നിന്ന് നിയ്യത്ത് വെച്ച് അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം പറയുന്നു. മഅ്മൂമീങ്ങളും എഴുന്നേറ്റ് നിന്ന് നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം പറയുന്നു. അപ്പോൾ ഇവിടെ ബാങ്കും ഇഖാമത്തും ഇല്ല. പകരം ആ നമസ്കരിക്കാൻ വന്ന ആളുകളെ ഒന്ന് ഉണർത്താൻ വേണ്ടി, അവരൊക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി, നിസ്കാരത്തിൽ ഊർജ്ജം കിട്ടാൻ വേണ്ടി നമ്മൾ ഈ പറയപ്പെട്ട ഈ കാര്യങ്ങൾ പറയൽ പ്രത്യേകം നല്ലതാണ്. അപ്പം എന്താ പറയേണ്ടത്? അസ്വലാത്ത ജാമിഅ റഹിമകുമുല്ലാഹ്. പല പള്ളികളിലും പല രൂപത്തിലാണ് കേട്ടോ. പല പള്ളികളിലും ചിലപ്പോൾ സ്വലാത്ത് വ്യത്യസ്തമായിട്ട് പറയാറുണ്ട്, ചിലപ്പോൾ ചില വാചകങ്ങൾ ചേർത്ത് പറയാറുണ്ട്. അതൊന്നും കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ നോർമലായി എല്ലാ പള്ളികളിലും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇത് ഉമ്മമാരെ നിങ്ങൾ വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് പറയാവുന്നതാണ്. അപ്പോൾ അസ്വലാത്ത ജാമിഅ റഹിമകുമുല്ലാഹ് സല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വ ആലി. ഇതൊരാൾ പറയണം. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബി യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. അപ്പോൾ ഇതെങ്കിലും മിനിമം നമ്മളൊന്ന് പറയുക. ഉസ്താദേ, ഇത് ഇച്ചിരി ദീർഘമായ ഒരു ഇതാണല്ലോ, ഞങ്ങൾ ഇത്രയും പറയണോ? ഇത്രയും പറഞ്ഞാൽ നല്ലതാണ്. ഇനി ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആ 2 റക്അത്ത് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു ഗ്യാപ്പ് പോലെ കിട്ടാൻ, നമുക്കൊന്ന് ആ റക്അത്തൊക്കെ ഒന്ന് മനസ്സിലാവാൻ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 3 സ്വലാത്ത്, അറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഈ ഒരു സ്വലാത്ത് നല്ല സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഈ ഒരു സ്വലാത്ത് ഉണ്ടല്ലോ, അതൊരു 3 വട്ടം ആവർത്തിച്ച് നമുക്ക് പറഞ്ഞാലും മതിയാകുന്നതാണ്. ഇത് മൊത്തവും പറയണമെന്നില്ല. ചില ആൾക്കാർ ഇത് പറയും, അതോടൊപ്പം തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. പിന്നെ ആദ്യത്തെ 10-ലാണെങ്കിൽ അല്ലാഹുമ്മ റഹംനി യാ റഹ്മർ റഹീം, അങ്ങനെ പറയുന്ന പള്ളികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ചുരുക്കിയും പറയാം, ഇത് വിശാലമായിട്ടും പറയാം. ചുരുങ്ങിയത് ഈ സ്വലാത്ത് ഒരു 3 വട്ടമെങ്കിലും നമ്മൾ പറയാൻ, അല്ലെങ്കിൽ 1 വട്ടമെങ്കിലും നമ്മൊന്ന് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ നേരെ നിയ്യത്ത് വെക്കുന്നു. നിയ്യത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ കൈ കെട്ടുന്നു. അല്ലാഹു അക്ബർ. കൈ കെട്ടി കഴിഞ്ഞിട്ട് വജ്ജഹത്തു ഓതുക. ഉസ്താദേ, ഈ തറാവീഹ് നിസ്കാരത്തിൽ വജ്ജഹത്തു ഒക്കെ വേണോ? ഞങ്ങളാണെങ്കിൽ സ്പീഡ് നിസ്കരിച്ച് പോകുന്ന നിസ്കാരമാണ്. അപ്പോൾ എങ്ങനെ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. വജ്ജഹത്തു മുഴുവനായും ഓതലാണ് സുന്നത്ത്. ഇനി വജ്ജഹത്തു ഓതാൻ, ഇനി ഇപ്പോൾ എന്താ നമ്മൾ വേഗത്തിൽ നിസ്കരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വജ്ജഹത്തു ഓതാറില്ല. വെറുതെ വജ്ജഹത്തു ഓതാതെ അവിടെ ഒരു കറാഹത്ത് വരുത്തണ്ട. വജ്ജഹത്തു ഓതാനുള്ള സമയം കിട്ടുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് 3 വാചകങ്ങൾ പറയാം. അതിൽപ്പെട്ട ഒന്നാമത്തേത് ഏതാണ്? മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ് 3 കാര്യങ്ങൾ. 1, ഹംദൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി അലാ കുല്ലി ഹാൽ.
ഈ വചനം നമ്മൾ നിയ്യത്ത് ചെയ്ത് കൈകെട്ടിയതിന് ശേഷം ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് നമ്മൾ വജ്ജഹത്ത് ഓതൽ സുന്നത്താണ്. നമുക്ക് വജ്ജഹത്ത് ഓതാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ 3 വാചകങ്ങൾ പറയാം. അതിൽപ്പെട്ട ഒന്നാമത്തെ വാചകമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. എന്ത്? ഇങ്ങനെ നമ്മൾ കൈകെട്ടിയിട്ട് ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ എന്ന് നിങ്ങൾ പറയുക. എങ്ങനെ? ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. ഉസ്താദ് ഇതും കിട്ടുന്നില്ല എങ്കിൽ രണ്ടാമതായി നമുക്കൊരു കാര്യം പറയാം. ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത് പറയാൻ പറ്റുമല്ലോ? അതെങ്കിലും പറയുക. ഇനി അതും പറയാൻ പറ്റുന്നില്ല എങ്കിൽ വേറൊരു വാചകമുണ്ട്. എന്ത്? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്. അപ്പോൾ നമുക്ക് വജ്ജഹത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന 3 വാചകങ്ങൾ മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ 3 വാചകത്തിൽ ഏത് വാചകം വേണമെങ്കിലും പറയാം. വജ്ജഹത്ത് ഓതലാണ് വേണ്ടത്. ഇനി അവിടെ സമയം കിട്ടുന്നില്ല എങ്കിൽ ഈ 3 വാചകം ചുരുങ്ങിയത് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എന്നോ സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്നോ പറയൽ പ്രത്യേകം സുന്നത്താണ്, നല്ലതാണ്. അവിടെ ഒരു കറാഹത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ്. ചില ആളുകൾ അപ്പോൾ ചോദിക്കാറുണ്ട്, ഉസ്താദ് ഈ തറാവീഹ് നമസ്കാരത്തിൻ്റെ തുടക്കം അതിൻ്റെ ആദ്യത്തെ റക്അത്തിൽ മാത്രം നമ്മൾ വജ്ജഹത്ത് ഓതിയാൽ പോരെ? എല്ലാ 2 റക്അത്തിൻ്റെയും ആദ്യത്തിൽ വജ്ജഹത്ത് ഓതേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ എല്ലാ 2 റക്അത്തിൻ്റെയും തുടക്കത്തിൽ വജ്ജഹത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്, നല്ലതാണ്. അതായത് നിയ്യത്ത് വെച്ച് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കൈകെട്ടിയാൽ ഉടൻ തന്നെ വജ്ജഹത്തുവോ അല്ലെങ്കിൽ ഇപ്പോൾ ആ വജ്ജഹത്തുയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ഏതെങ്കിലും ഒരു പുണ്യമായ ദിക്റോ പറയൽ പ്രത്യേകം സുന്നത്താണ്. പിന്നെ നമ്മൾ നേരെ ഫാത്തിഹയിലേക്ക് കടക്കുന്നു. എങ്ങനെ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ഓതണം. എല്ലാ റക്അത്തിലും നമ്മൾ ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതുക. എന്നിട്ട് ബിസ്മി ഓതി ഫാത്തിഹ മുഴുവനായും ഓതി തീർക്കുക. ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ വജ്ജഹത്തു, അതുപോലെ തന്നെ അഊദു, പിന്നെ ഫാത്തിഹ മുഴുവനായി ഓതുക. അത് കഴിഞ്ഞ് പിന്നെ അറിയാവുന്ന ഏതെങ്കിലും ഒരു സൂറത്ത്. സോ ഞങ്ങൾക്ക് സൂറത്തുൽ ഇഖ്ലാസ് മാത്രമേ അറിയൂ, മതി. നിങ്ങൾക്ക് 20 റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഓതിയാൽ മതി. അറിയാവുന്ന ഏത് സൂറത്താണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇമാമും ജമാഅത്തായി നിസ്കരിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇമാം ആദ്യം തന്നെ കൈകെട്ടി, എന്നിട്ട് ഇമാമ് ഫാത്തിഹ ഓതാൻ തുടങ്ങി, നിയ്യത്ത് വെച്ച് നമ്മളും കൈകെട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വജ്ജഹത്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന വാചകങ്ങൾ പറയുക. എന്നിട്ട് നമ്മൾ അവിടെ മൗനമായി ഇരിക്കുക. എന്നിട്ട് ഇമാമു ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് വൈൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ, അവിടെ ആമീൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ഫാത്തിഹ ഓതി തുടങ്ങുക. അങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഫാത്തിഹ ഓതാൻ ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇമാമ് ഫാത്തിഹ ഓതുന്നതിൻ്റെ പിറകെ ഓതി പോവുക. ഇപ്പോൾ ഇമാമ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അപ്പോൾ നമ്മളിവിടെ എന്തോന്നണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാം ഓതുന്നു അർ റഹ്മാനിർ റഹീം, നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇമാമ് മാലികി യൗമിദ്ദീൻ, നമ്മൾ അർ റഹ്മാൻ. അതായത് ഇമാമിനോടൊപ്പമല്ല ഓതേണ്ടത്, ഇമാമിൻ്റെ പിറകെ ഓതി വരണം. അല്ലെങ്കിൽ ഇമാമ് ഫാത്തിഹ മുഴുവനായും ഓതിയതിന് ശേഷം നമ്മൾ ഫാത്തിഹ വേഗത്തിൽ ഓതുക. ഇതാണ് ചെയ്യേണ്ടത്. ഇമാമിനോടൊപ്പം നമ്മൾ ഫാത്തിഹ ഓതരുത്, ഫാത്തിഹ തീരെ ഓതാതെയും ഇരിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഫാത്തിഹ മുഴുവനായും ഓതുക. പിന്നെ അത് കഴിഞ്ഞ് അറിയാവുന്ന ഏത് സൂറത്ത് ഓതിയാലും കുഴപ്പമില്ല. സൂറത്ത് ഓതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പരിപൂർണമായ സുന്നത്ത് കിട്ടാൻ ഒരു സൂറത്ത് ഓതൽ നല്ലതാണ്. സൂറത്ത് ഓതി കഴിഞ്ഞു, പിന്നെ നമ്മൾ നേരെ റുക്കൂഇലേക്ക് പോകുന്നു. റുക്കൂഇൽ നിന്ന് നമ്മൾ സമി അല്ലാഹു ലിമൻ ഹമിദ, നമ്മൾ ഇഅ്തിദാലിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ സുജൂദിലേക്ക്. ഒന്നാമത്തെ സുജൂദ്, സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം. രണ്ടാമത്തെ സുജൂദ്, പിന്നെ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തുണ്ടല്ലോ, ഒന്ന് ഇരുന്നിട്ട് എഴുന്നേക്കുക, വെറുതെ ഒന്ന് ഇരുന്നു. എന്നിട്ട് പിന്നെ അല്ലാഹു അക്ബർ രണ്ടാമത്തെ റക്അത്തിലേക്ക്. അവിടെ രണ്ടാമത്തെ റക്അത്ത് നമ്മൾ അഊദു ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബ്, ഫാത്തിഹ ഓതുക. പിന്നെ അറിയാവുന്ന ഏതാണ് സൂറത്ത്, ആ സൂറത്ത് ഓതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ റുകൂഅ്, ഇഅ്തിദാൽ, ഒന്നാമത്തെ സുജൂദ്, സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം, രണ്ടാമത്തെ സുജൂദ്, പിന്നെ നമ്മൾ അത്തഹിയാത്തിലേക്ക് ഇരിക്കുക. ഈ അത്തഹിയാത്ത് ഏത് അത്തഹിയാത്താണ്? നമ്മൾ അവസാനത്തെ അത്തഹിയാത്തില്ലേ, നമ്മൾ നിസ്കാരത്തിലൊക്കെ ളുഹറിലും അസറിലും മഗ്രിബിലൊക്കെ ഇരിക്കുന്ന അവസാനത്തെ അത്തഹിയാത്ത്, നമ്മുടെ പിൻഭാഗം അല്പം തറയിലേക്ക് വരുന്ന രൂപത്തിലുള്ള ഇരുത്തം ഉണ്ടല്ലോ, അവസാന തഹിയാത്ത്. ഈ ഒരു ഇരുത്തമാണ് നമ്മൾ എല്ലാ 2 റക്അത്തിലും ഇരിക്കേണ്ടത്. മനസ്സിലായോ? എന്നിട്ട് അത്തഹിയാത്ത് ഓതുക. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത്തഹിയാത്ത് ഓതി. അത് കഴിഞ്ഞ് പിന്നെ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അത്ര ഓതിയാൽ മതി. അതായത് ബാക്കിയുള്ള നിസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി
ഈ നിസ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പീഡിൽ നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. ആണോ? തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ബാക്കിയൊക്കെ പതുക്കെ നിസ്കരിക്കുന്നത്. തറാവീഹ് സ്പീഡ് ഒരിക്കലുമില്ല, അങ്ങനെയൊന്നുമില്ല. തറാവീഹ് നിസ്കാരം സ്പീഡ് നിസ്കരിക്കുന്ന നിസ്കാരമല്ല, എല്ലാം ചൊല്ലി സാവകാശം നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. അപ്പോൾ അത്തഹിയാത്ത് നമ്മൾ ഓതി, അത് കഴിഞ്ഞ് പിന്നെ സ്വലാത്ത് നമ്മളൊന്ന് ചുരുക്കുന്നു. പൂർണ്ണമായിട്ട് ഓതുന്നവർക്ക് ഓതാം. എല്ലാ പള്ളികളും അങ്ങനെ പൂർണ്ണമായി ഓതാനുള്ള സൗകര്യം ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് ചുരുക്കി ഓതാം. എങ്ങനെ? അത്തഹിയാത്ത് ഓതി കഴിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു. അങ്ങനെ ദുആയുണ്ട്. അത് ഒരുപാട് വലിപ്പമുള്ളതാണ്, നീട്ടമുള്ളതാണ്. അതുകൊണ്ട് അത്രയും ഓതണമെന്നില്ല. നമ്മൾക്ക് കുറച്ച് മാത്രം, അതിൽ നിന്നും നമ്മൾ പ്രധാനമായും പറയേണ്ട ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ദുആ നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതാണത്? اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال എന്നെങ്കിലും ചുരുങ്ങിയത് അവിടെ പറയുക. അപ്പോൾ അത്തഹിയാത്ത് ഓതുക. അത്തഹിയാത്ത് മാത്രം ഓതിയിട്ട് സലാം വീട്ടലല്ല, അത്തഹിയാത്ത് ഓതുക. അത് കഴിഞ്ഞിട്ട് സ്വലാത്തുണ്ട്. എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്, ചുരുക്കി. അത് കഴിഞ്ഞ് പിന്നെ ആ വലിയ വിശാലമായ ദുആയും ചുരുക്കി. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അതും കൂടി പറഞ്ഞിട്ട് നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം വീട്ടുന്നു. അപ്പോൾ തറാവീഹ് നിസ്കാരത്തിൻ്റെ 2 റക്അത്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിയ്യത്ത് വെച്ചു, നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് വജ്ജഹത്തുൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഫാത്തിഹ സൂറത്ത്, പിന്നെ 2ാമത്തെ റക്അത്തിലേക്ക് വന്നു. പിന്നെ അത്തഹിയാത്ത് എങ്ങനെ ഇരിക്കണം? ആ രൂപത്തിലിരിക്കുക, അവസാനത്തെ അത്തഹിയാത്തിൻ്റെ രൂപത്തിലിരിക്കുക. എന്നിട്ട് അത്തഹിയാത്തും സ്വലാത്തും അതിനുശേഷമുള്ള ദുആയും നമ്മൾ ഓതി നമ്മൾ സലാം വീട്ടി. ഇതാണ് തറാവീഹ് നിസ്കാരത്തിൻ്റെ 2 റക്അത്ത്. എന്നിട്ട് ഇപ്പോൾ ആദ്യത്തെ 2 റക്അത്ത് നിസ്കരിച്ചു. ഇനി നമ്മൾ നിസ്കരിക്കുന്നത് അടുത്ത 2ാമത്തെ 2 റക്അത്താണ്. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നു. അതിൻ്റെ ഇടയിലും ചില പള്ളികളിൽ വ്യത്യസ്തമായ ദിക്റുകളുണ്ട്. സല്ലൂ അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താർ മുഹമ്മദ് വ ആലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന, അങ്ങനെ ഉണ്ടാവും. അതൊക്കെ ചൊല്ലുക. ഇനി അത് ഒന്നുമില്ല എങ്കിൽ ഒരു ആ 2 റക്അത്തിൻ്റെ ഇടയിൽ ഒരു ഇസ്തിറാഹത്ത്, ഒരു വിശ്രമം. അതിനുവേണ്ടി ഒരു 3 സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിന മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി, അങ്ങനെ ഒരു സ്വലാത്ത്. പല പള്ളികളിലും പല വീടുകളിലും ഉമ്മമാരൊക്കെ വ്യത്യസ്തമായ സ്വലാത്തായിരിക്കും, ആയിക്കോട്ടെ. എന്നിട്ട് എഴുന്നേറ്റിട്ട് വീണ്ടും നിയ്യത്ത്. എന്താ നിയ്യത്ത് വെക്കേണ്ടത്? തറാവീഹ് നമസ്കാരം 2 റക്അത്ത് കിബിലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, കൈകെട്ടുന്നു. പിന്നെ നമ്മൾ വജ്ജഹത്തു ഓതുന്നു, അല്ലെങ്കിൽ വജ്ജഹത്തുൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ 3 ദിക്റിൽ ഏതെങ്കിലും ഒരു ദിക്ർ പറയുന്നു. പിന്നെ ഫഅഊദു, പിന്നെ ഫാത്തിഹ, പിന്നെ സൂറത്ത് അറിയാവുന്നത്, പിന്നെ റുകൂഅ്, സുജൂദ്, ഇഅ്തിദാൽ, അതൊക്കെ കഴിഞ്ഞ് പിന്നെ 2ാമത്തെ റക്അത്തിലേക്ക് വന്നു. പിന്നെ നമ്മൾ അത്തഹിയാത്തിലിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ അത്തഹിയാത്ത് ഓതുന്നു, സലാം വീട്ടുന്നു, വീണ്ടും നമ്മൾ എഴുന്നേൽക്കുന്നു, നിയ്യത്ത് വെക്കുന്നു. ഇങ്ങനെ 2 റക്അത്തുകൾ വീതം നിസ്കരിച്ച് 20 റക്അത്ത് നമ്മൾ പൂർത്തിയാക്കുന്നു. ഇതാണ് തറാവീഹ് നമസ്കാരം. ഉസ്താദെ, ഇന്ന് ഷോർട്സുകളുടെ കാലമാണ്, റീൽസുകളുടെ കാലമാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക. ഉസ്താദ്, എന്തിനാണ് ഇത്രയും കാര്യം പറയാൻ, ഇത്ര നീട്ടി വലിച്ച് പറഞ്ഞത് എന്ന് ചില ആളുകൾക്ക് തോന്നുന്നുണ്ടാകും. നമുക്കങ്ങനെ ചുരുക്കി പറയണമെങ്കിൽ അങ്ങനെ പറയാം. തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്. ഓരോ 2 റക്അത്തിൻ്റെയും ഇടയിൽ നമ്മൾ നിയ്യത്ത് വെക്കണം. വേറെ നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വ്യത്യാസമെന്ന് പറഞ്ഞാൽ നിയ്യത്തിൻ്റെ വ്യത്യാസമാണ്. ഓരോ ഈ 2 റക്അത്തിൻ്റെ ഇടയിലും സലാം വീട്ടണം. ഇത്രയും പറഞ്ഞാൽ തന്നെ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ എല്ലാവരും നമ്മളെപ്പോലെ അല്ലല്ലോ, അല്ലേ? പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഉസ്താദ്, അപ്പോൾ വജ്ജഹത്ത് ഓതുമ്പോൾ അങ്ങനെയാണോ? അഊദു ഓതാൻ മറന്നുപോയി, അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ പല സംശയങ്ങളുണ്ടാകും. എല്ലാ റക്അത്തിലും അഊദു ഓതണമെന്നുണ്ടോ? ഞങ്ങൾക്ക് സൂറത്തൊന്നും അറിയില്ല, എന്ത് ചെയ്യും? അപ്പം അങ്ങനെ പലർക്കും പല സംശയങ്ങളും വിശ്വാസികളൊക്കെ ഉണ്ടാവും. അങ്ങനെ മനുഷ്യർക്ക് സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുക. കാരണം ഇത് വർഷത്തിൽ നമ്മൾ 1 മാസം മാത്രം നിസ്കരിക്കുന്ന നിസ്കാരമാണ്, എല്ലാ ദിവസവും നിസ്കരിക്കുന്ന നിസ്കാരമല്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ സംശയങ്ങൾ കൂടി ദൂരീകരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലോങ് വരുന്നത് കേട്ടോ. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ തറാവീഹ് നമസ്കാരം ഉൾപ്പെടെ ഏത് നിസ്കാരമാണെങ്കിലും നിസ്കാരം ശരിയാവണമെങ്കിൽ എന്ത് വേണം? വുദൂ വേണം, അല്ലേ? വുദൂ എങ്ങനെയാണ് എടുക്കേണ്ടത്? അതിൻ്റെ ഷർത്ത്, അതിൻ്റെ ഫർളുകൾ, അതിൻ്റെ സുന്നത്തുകൾ, ആ വുദൂ എടുക്കുന്ന സമയത്ത് പലർക്കും പറ്റുന്ന ഭീമമായ അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങൾ എങ്ങനെ തിരുത്താം തുടങ്ങി എല്ലാ വുദൂവിൻ്റെ A to Z കാര്യങ്ങളെല്ലാം
നമുക്ക് നേരിട്ട് കണ്ട് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പ്രാക്ടിക്കൽ വീഡിയോ നമ്മൾ വുദൂഉമായി ബന്ധപ്പെട്ട് എടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതായത് ആ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ ചുവട്ടിൽ നിന്നിട്ടും വുദൂഅ് എങ്ങനെ നമുക്ക് എടുക്കാമെന്ന് കണ്ടുപഠിക്കുന്ന വീഡിയോയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് നമ്മൾ ഈ തറാവീഹ് നിസ്കാരത്തിൻ്റെ രൂപവും കൂടി പഠിച്ചിട്ട് നിസ്കരിച്ചാൽ വളരെ റാഹത്താൻ. അപ്പോൾ തറാവീഹ് നമസ്കാരം അതിൻ്റെ രൂപം കോലം പറഞ്ഞു, അതിൻ്റെ നീയത്ത് സമയമൊക്കെ പറഞ്ഞു. ഇനി അത് നിസ്കാരം 20 റക്അത്ത് നമ്മൾ പൂർത്തിയാക്കി സലാം വീട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? തറാവീഹ് നമസ്കാരത്തിന് ശേഷമുള്ള സമയമുണ്ടല്ലോ, അത് നല്ലൊരു ടൈമാണ്. എന്തിന്? നമ്മുടെ നാളത്തെ നോമ്പിൻ്റെ നീയത്ത് വെക്കാൻ പറ്റിയൊരു സമയമാണ്. അതായത് എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് ഉണ്ടാവുമല്ലോ, അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇമാം സ്വാഭാവികമാണ് എന്ത് ചെയ്യും? നീയത്ത് വെച്ച് കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് നീയത്ത് വെക്കുന്നത്? തറാവീഹ് നമസ്കാരത്തിന് ശേഷം നമ്മൾ നാളത്തെ നോമ്പിൻ്റെ നീയത്ത് വെക്കും. എങ്ങനെ വെക്കും? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഉമ്മമാരുണ്ടെങ്കിൽ അവർ കേട്ടുപഠിച്ചു. ഇങ്ങനെയാണ് നീയത്ത് വെക്കുന്നതിൻ്റെ നല്ല രൂപം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചു വീടുവാൻ ഞാൻ കരുതി. ഇതാണ് നിയ്യത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഓതി ദുആരക്കൽ പ്രത്യേകം നല്ലതാണ്. അൽ ഫാത്തിഹ എന്ന് പറയുന്നു. നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതുന്നു, സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതുന്നു, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദുആരക്കാം. ചില ആളുകൾ ഈ നീയത്ത് വെക്കുന്നതിന് മുമ്പ് ഒരു ദുആ ചെയ്യാറുണ്ട്. എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു അതായത് തറാവീഹ് നമസ്കാരത്തിന് ശേഷം സ്പെഷ്യലായിട്ടുള്ള ഒരു ദുആയുണ്ട്. ആ ദുആ നമുക്ക് ഈ നീയത്തും കൂടി വെച്ചിട്ട് ദുആരെന്നാൽ വലിയ ഖൈറാണ്. അപ്പോൾ എങ്ങനെയാ ആ ദുആ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم إن لك في كل ليلة من ليالي شهر رمضان عتقاء وطلقاء وخلصاء وأمناء من النار. اجعلنا من عتقائك وطلقائك وخلصائك وأمنائك من النار. اجعلنا يا إلهنا يا الله يا الله يا الله من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا وتمم تقصيرنا واستجب دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين. ഇതാണ് തറാവീഹ് നമസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യലായിട്ടുള്ള ദുആ. ദുആ മനസ്സിലായില്ലേ? ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അർത്ഥം എന്ന് പറഞ്ഞാൽ നരകമോചനം ചോദിക്കുന്നു, നരകത്തിൽ നിന്നുള്ള എല്ലാ കാവലുകളും മോചനങ്ങളും ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിസ്കരിച്ച നിസ്കാരവും നമ്മുടെ സുജൂദും റുക്കൂഉം ഇഅ്തിദാലും എല്ലാം അല്ലാഹുവേ നീ ഖബൂലാക്കണേ, ഞങ്ങൾക്ക് ഈമാൻ തരണേ, ഖുശൂഅ് തരണേ എന്നൊക്കെയുള്ള മൊത്തത്തിൽ ദുനിയാവും ആഖിറവും മൊത്തത്തിൽ ചോദിക്കുന്ന ഒരു ദുആയാണിത്. ഇതും കൂടെ നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തറാവീഹ് നിസ്കാരം പൂർത്തിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വിത്ർ നിസ്കാരമാണ്. ആ വിത്ർ പലരും ആ സമയത്ത് ചിലപ്പോൾ വിത്ർ നിസ്കരിക്കാതെ പോയിട്ട് ഈ ഇടയത്താഴത്തിന് നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് എന്നിട്ട് വിത്ർ നിസ്കരിക്കുന്നവരുണ്ട്. നമ്മൾക്ക് സ്വാഭാവികമായിട്ടും എല്ലാ പള്ളികളിലും ഈ തറാവീഹ് നമസ്കാരം അതിൻ്റെ ദുആയും കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? അവിത്തുറൂ റഹിമക്കുമുല്ലാഹ് സല്ലൂ അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വ ആലിഹി. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്വലാത്ത് പിന്നെ അത് ചൊല്ലും. അപ്പോൾ ആദ്യം വിത്തറിന് വേണ്ടി എങ്ങനെ പറയുന്നത്? അവിത്തുറൂ റഹിമക്കുമുല്ലാഹ് സല്ലൂ അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വലാത്തൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിത്ർ നിസ്കാരത്തിലേക്ക് കടക്കുകയാണ്. വിത്ർ നിസ്കാരം
3 റക്അത്താണ് നിസ്കരിക്കൽ. നമ്മുടെ നാടുകളിലൊക്കെ 3 റക്അത്താണ് നിസ്കരിക്കാറുള്ളത്. കുറഞ്ഞത് 3 റക്അത്ത്, കൂടിയത് 11 റക്അത്ത്, കുറഞ്ഞത് ഒരു 3 റക്അത്ത് നിസ്കരിക്കലാണ്. അപ്പോൾ നമ്മൾ വിത്ർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് വെക്കുക. വിത്ർ നിസ്കാരം 3 റക്അത്തായിട്ട് നിസ്കരിക്കുകയാണ്. എങ്ങനെയാണ് 3 റക്അത്ത് നിസ്കരിക്കുന്നത്? ആദ്യം നമ്മൾ നിയ്യത്ത് വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് സലാം വീട്ടുന്നു. അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് 1 റക്അത്തിന് വേണ്ടി നിയ്യത്ത് വെച്ചിട്ട് 1 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ വിത്ർ നിസ്കാരം നിസ്കരിക്കുന്നത്. വിശദമായി നമുക്ക് വിത്ർ നമസ്കാരത്തിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് വരുന്ന ഒരു ദിവസം നമുക്ക് പറയാം. അപ്പോൾ തറാവീഹ് നമസ്കാരം, അത് കഴിഞ്ഞിട്ടുള്ള ദുആ, അത് കഴിഞ്ഞ് പിന്നെ വിത്ർ നിസ്കാരം, അത് കഴിഞ്ഞിട്ടുള്ള ദുആ, ഇങ്ങനെയാണ് സ്വാഭാവികമായി നമ്മുടെ പള്ളികളിലൊക്കെ പോകുന്നത്. അൽഹംദുലില്ലാഹ് അങ്ങനെ പോയാൽ മതി. അപ്പോൾ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതൊക്കെ നമുക്ക് നിസ്കരിക്കാനും ഇതിനൊക്കെ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാനും റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമ്മമാർ വീട്ടിൽ നിങ്ങൾ നിസ്കരിക്കുക. വീട്ടിലിപ്പോൾ പരിസരത്തുള്ള ഉമ്മമാരൊക്കെ എല്ലാവരും കൂടി ഒരു വീട്ടിൽ വന്നിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം, പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുക, ഉമ്മമാർ വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി. അവരിനി പള്ളിയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂലിയൊക്കെ കിട്ടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നമസ്കാരം കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാൻ, ആ റമദാൻ മാസത്തിൽ നമ്മൾ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കും അല്ലേ? തറാവീഹ് നിസ്കരിക്കുന്നു, വിത്ർ നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, അതുപോലെ തന്നെ ഓരോ ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള നിസ്കാരം, ഇതെല്ലാം ഒരുപാട് ശ്രേഷ്ഠതയുള്ളതാണ്. അതോടൊപ്പം തന്നെ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് നിത്യമാക്കാൻ, ഒരു ദിവസം പോലും മുടങ്ങാതെ നിസ്കരിക്കാനുള്ള ആദ്യമൊക്കെ ഭയങ്കര ഈമാൻ ഉണ്ടാകും. പിന്നെ ആ ഒരു 2-ാമത്തെ 10 3-ാമത്തെ 10ലേക്ക് കടക്കുമ്പോൾ എല്ലാവരും ഒരു മടിയാൻ അല്ലെ? സ്വാഭാവികം പള്ളിയിലൊക്കെ നോക്കി അറിയാൻ പറ്റും, ആൾ കുറഞ്ഞു വരും. പിന്നെ അവസാനം 27-ാം രാവൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെയല്ല, നമ്മൾ ആദ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഈമാൻ ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവണമെന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ റമദാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. തറാവീഹ് നമസ്കാരത്തിൻ്റെ പ്രതിഫലങ്ങൾ ഒട്ടും കുറയാതെ തന്നെ അല്ലാഹു നമുക്ക് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ഉസ്താദെ പ്രത്യേകം ദുആരക്കണേ, ഞങ്ങൾക്ക് ഒരുപാട് വിഷമം, സങ്കടം, ദുഃഖമൊക്കെ പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കും നമുക്കും എല്ലാവിധ ഖൈറും തരട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു തആല പുണ്യമായ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് മാറ്റി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. പരസ്പരം എല്ലാവരും ദ്വാരക്ക. പുണ്യമായ ദിവസങ്ങളാണ്, പുണ്യമായ മാസമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മളെല്ലാവരും വുദു എടുക്കുന്നവരാണ്. ആ വുദു എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വുദു എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വുദുവിൻ്റെ സുന്നത്തുകൾ, ഫർളുകൾ, ഷർത്തുകൾ, അദബുകൾ എല്ലാം A to Z കാര്യം മുഴുവനും പ്രാക്ടിക്കലായി കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഇറക്കിയിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് വുദു എടുക്കുന്ന സമയത്ത് പല സംശയങ്ങളുണ്ട്. വുദു എടുക്കുന്ന സമയത്ത് എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? മുഖം കഴുകുമ്പോഴാണോ അതോ മുൻകൈ കഴുകുമ്പോഴാണോ? വുദുയിൽ തല തടകുന്ന സമയത്ത് മുഴുവനായും തല തടവേണ്ടതുണ്ടോ? മുടിയിൽ നിന്നും അല്പം തടവിയാൽ മതിയോ? ചെവി തടകുന്നത് അത് നിർബന്ധമാണോ? അതുപോലെ കാല് കഴുകുമ്പോൾ ഇടതുകാലാണ് ആദ്യം കഴുകിയത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 3 പ്രാവശ്യത്തേക്കാൾ കൂടുതൽ മുഖം കഴുകിയാൽ വുദു ബാത്തിലാകുമോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വുദുവിൻ്റെ നിയ്യത്തിലും അതല്ലാതെ അവയവങ്ങൾ കഴുകുമ്പോഴും ഒക്കെ ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങളും, പ്രത്യേകിച്ച് ഔറത്ത് മറക്കാതെ വുദു എടുത്താൽ വുദു ശരിയാകുമോ? സ്ത്രീകൾ തല മറച്ചിട്ട് തന്നെ വുദു എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാം പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇൻഷാ അല്ലാഹ് വുദു പ്രാക്ടിക്കലായി കാണുന്ന ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ആ വീഡിയോ കാണൂ.